അശ്വമലയാളത്തിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ഈ വീഡിയോ കാണുന്ന പുതിയ എല്ലാ വ്യക്തികൾക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം. ഞാൻ മധുസൂദന പണിക്കർ, അകത്തേത്തറ കളരിക്കൽ, പാലക്കാട്. കുറച്ച് ജോലി തിരക്ക് കൊണ്ടും യാത്രകളെ കൊണ്ടും നമുക്ക് കൃത്യസമയത്ത് വീഡിയോ ഇടാൻ നമുക്ക് സാധിക്കുന്നില്ല. തീർച്ചയായിട്ടും വരുന്ന സമയങ്ങളിൽ നമ്മളത് പൂർവാധികം നന്നായിട്ട് തന്നെ വീഡിയോ കാര്യങ്ങൾ ചെയ്യാനായി കൊണ്ട് ക്ഷമിക്കാം എന്ന് നമുക്കതിനുള്ള സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. എല്ലാവരുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. ഒരു പ്രധാന വിഷയം, നമുക്ക് 1,00,000 സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനലിൽ തികഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ ഒരു പാരിതോഷികം എന്നോണം യൂട്യൂബ് നമുക്കൊരു അവാർഡൊക്കെ, ഒരു സിൽവർ ബട്ടൺ ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനലിന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ സബ്സ്ക്രൈബേഴ്സിനും, ഗുരുജനങ്ങൾക്കും, ബന്ധുമിത്രാദികൾക്കും, സുഹൃത്തുക്കൾക്കും എല്ലാം എൻ്റെ ഒരു വലിയൊരു നന്ദി ഞാൻ അറിയിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ അറിയിക്കുകയാണ്. വരും കാലഘട്ടങ്ങളിലും തീർച്ചയായിട്ടും നമുക്ക് ഇതുപോലെയുള്ള കൂട്ടുകൾ തീർച്ചയായിട്ടും വേണം. അതുപോലെ തന്നെ എല്ലാവരിലേക്കും എത്തിക്കാനുള്ള ഒരുപാട് കണ്ടന്റ് ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ പുതിയ നല്ല വീഡിയോകൾ നമുക്ക് വരും കാലഘട്ടം നമുക്ക് സാധിക്കുമെന്ന്, അതിന് സമയമുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഈ വർഷത്തെ ഫലങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. കൊല്ലവർഷം 1201 ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെ വരുന്ന ഒരു വർഷത്തേക്കുള്ള പുതുവർഷ ഫലമാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത്. അശ്വതി മുതൽ രേവതി വരെയുള്ള എല്ലാ നക്ഷത്രക്കാർക്കും പ്രത്യേകം വീഡിയോകൾ നമുക്ക് കാണാനെ കൊണ്ട് സാധിക്കും. അതുപോലെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ചെറിയ ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. നമ്മുടെ ചാനലിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഈ ചാനലിന്റെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് എല്ലാ വീഡിയോയും കയറി കാണാവുന്നതാണ്. അപ്പോൾ അധികം വൈകാതെ നമുക്ക് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് കിടക്കാം. എല്ലാ കാർത്തിക നക്ഷത്രക്കാർക്കും ഒരു പുതുവത്സര ആശംസകളും പ്രത്യേകിച്ച് ഓണാശംസകളും നേർന്നുകൊണ്ട് നമുക്ക് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഈ വർഷം എല്ലാ സമ്പൽ സമൃദ്ധിയും, സമാധാനവും, ആയുസ്സും, ആരോഗ്യവും ഉണ്ടാവട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് ഈ പുതുവർഷത്തിൽ, പുതിയ മലയാള വർഷത്തിൽ നമുക്ക് കാത്തിരിക്കുന്നത് എന്ന് നമുക്ക് ഒന്ന് കണക്കാക്കുമ്പോൾ, കഴിഞ്ഞ കാലത്തുള്ള കുറേ കാര്യങ്ങൾ, അതായത് നമ്മൾ വിട്ടുപോയതോ പൂർത്തീകരിക്കാതെ പാതിയിൽ നിന്നുപോയതോ അതല്ലെങ്കിൽ പ്ലാൻ ചെയ്ത് നടക്കാതെ പോയതോ മാറ്റിവെച്ചതോ അങ്ങനെയുള്ള പല കാര്യങ്ങളും അതൊക്കെ നമുക്കൊന്ന് റെനോവേറ്റ് ചെയ്തെടുത്ത് ഒരു പുനഃസമാഗമം നമ്മൾ പറയില്ലേ, എല്ലാത്തിനെയും ഒന്ന് ക്രോഡീകരിക്കേണ്ട ഒരു സമയമായിട്ട് പ്രത്യേകിച്ച് കാണുന്നു. അതുപോലെ തന്നെ എല്ലാ പ്രശ്നങ്ങളെയും നമ്മളൊന്ന് കോംപ്രമൈസ് ചെയ്ത് പോകാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള വീട്ടിലാണെങ്കിലും ജോലിയിലാണെങ്കിലും മറ്റ് സുഹൃത്തുക്കളുടെ ഇടയിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന അനുഭവങ്ങളേക്കെല്ലാം നമ്മൾ തന്നെ അവർക്ക് കോംപ്രമൈസ് ചെയ്തുകൊണ്ട്, നമ്മളൊരു എന്താ പറയുക, മാപ്പ് കൊടുത്തുകൊണ്ട് നമ്മുടെ മനസ്സിലുള്ളതായിട്ട് വിഷമങ്ങളെ നീക്കി നമ്മൾ മുന്നോട്ട് പോകാനെ കൊണ്ട് തയ്യാറാവും എന്നുള്ള ഒരു സൂചന നമുക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ കാലത്ത് എന്തെങ്കിലും വല്ല നമ്മുടെ ഭാഗത്ത് നിന്ന് വന്ന അബദ്ധങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രായശ്ചിത്തം എന്നോണം നമ്മൾ പ്രവർത്തിക്കാനും തയ്യാറുണ്ടാവും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അത് നമുക്ക് ചില കുറ്റബോധങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. എങ്കിലും അതിനെയൊക്കെ നമ്മൾ മാറ്റിയെടുത്ത് നമ്മുടേതായിട്ടുള്ള ആ ആത്മസംതൃപ്തിക്കായിക്കൊണ്ട് മനസ്സിലുള്ളതായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ തുറന്ന് കാണാനും അതിൻ്റെ നല്ലതും കെട്ടതും നെല്ലും പതിരും തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാനും നല്ല തീരുമാനങ്ങൾ കൈക്കൊള്ളാനും അനാവശ്യ കാര്യങ്ങളെ നമ്മൾ വിട്ട് സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ് ഈ വർഷം സൂചിപ്പിക്കുന്നത്. അതുപോലെ ഒരുപാട് ദൂരദേശ യാത്രകൾ വരാം. അതുപോലെ തന്നെ നേരത്തെ പ്ലാൻ ചെയ്ത പല കാര്യങ്ങളും നടപ്പിലാക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഉണ്ടാവും. അതുപോലെ ഈ ഏത് ആഗ്രഹങ്ങളും സധൈര്യം നമ്മൾ പ്രവർത്തിക്കാനുള്ളതായിട്ടൊരു ആത്മവിശ്വാസം നമുക്കുണ്ടാവും. മറ്റുള്ളവരെ കുറിച്ച് അനുകമ്പ നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മനസ്സിനൊരു എന്തെന്നില്ലാത്ത ഒരു ശാന്തി, സമാധാനം, ഒരു ആശ്വാസമൊക്കെ നമ്മൾക്ക് ഈ വർഷം ഉണ്ടാവും എന്നുള്ള സൂചന തരുന്നുണ്ട്. അപ്പൊ എന്തോ ഒരു സ്പിരിച്വാലിറ്റി നമ്മളിലേക്ക് വരുന്ന സമയമാണ്. ഭഗവാന്റെ സപ്പോർട്ടുകൾ വളരെയധികം നമുക്ക് ഉണ്ടാവും എന്ന് പ്രത്യേകിച്ച് കാണുന്നു. അതിൻ്റെതായിട്ടുള്ള ഒരു പീസ് ഓഫ് മൈൻഡ് നമുക്ക് എപ്പോഴും ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ പല കാര്യങ്ങളും പല പദ്ധതികളും നമ്മൾ പൂർത്തീകരിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ എടുക്കും. അതുപോലെ തന്നെ കുറച്ചൊരു ഈ ഇമോഷനൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് പോകാനുള്ള ശ്രമം വേണം എന്ന് പ്രത്യേകിച്ച് കാണുന്നുണ്ട്. എല്ലാം ഇമോഷന്റെ പുറത്ത് തീരുമാനം എടുക്കരുത്. കുറച്ച് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണം. കൂടുതൽ പ്രാക്ടിക്കാലിറ്റിയും നല്ലതല്ല. അപ്പോൾ അല്പം ഇമോഷൻ പരമായിട്ട് അപ്പൊ ഇമോഷനും പ്രാക്ടിക്കലും നമ്മൾ ബാലൻസ് ചെയ്ത് പോകാനായി കൊണ്ട് ശ്രമിക്കണം എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു മാനസികാവസ്ഥ നമ്മൾ തീർച്ചയായിട്ടും ഉണ്ടാക്കിയെടുക്കണം. അതുപോലെ തന്നെ ഈ എല്ലാത്തിനെ കുറിച്ച് ഒരു അവയർനെസ് നമ്മളിലേക്ക് വരുന്നുള്ളതാണ്. എന്താണ് സംഭവിക്കുന്നത്,
എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതായിട്ടുള്ള, അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്ത് എന്തുകൊണ്ടാണ് അതൊക്കെ സംഭവിച്ച് എന്നുള്ള ആ ഒരു നമ്മുടെ ചോദ്യങ്ങൾക്കൊക്കെ ഒരു മറുപടി എന്നുള്ള നിലയ്ക്ക് നമുക്ക് അങ്ങനെയുള്ള ഒരു അവയർനെസ് നമ്മളിലേക്ക് വരികയാണ്. അതൊരു സ്പിരിച്വാലിറ്റി തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ എല്ലാ മനസ്സിലുള്ള സംശയങ്ങളും സന്ദേഹങ്ങളും ഒഴിവാക്കാനാണ് പറയുന്നത്. അതുപോലെ നമ്മൾ തീരുമാനിക്കുന്ന കാര്യം ശരിയാണോ തെറ്റാണോ നമുക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത ചില അവസ്ഥകൾ ഉണ്ടാവും. അതിനെ നമ്മൾ ക്ലിയർ ചെയ്യണം. ഇതൊക്കെയാണ് നമുക്ക് പ്രശ്നങ്ങൾ കാണിക്കുന്നത്. അതുപോലെ നമ്മൾ തന്നെ സ്വയം നമ്മളെ തന്നെ വിമർശിച്ചു കൊണ്ടിരിക്കുക. നമ്മൾ ചെയ്ത് ശരിയായില്ല, തെറ്റായില്ല, ഒരു വല്ലാതൊരു റിഗ്രഷൻ നമുക്ക് ഉണ്ടാവുമല്ലോ. അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ടുകളയാനായിട്ടാണ് ഈ വർഷം സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് അത് നമ്മൾ നിലനിർത്തി കൊണ്ടുപോയാൽ നമുക്കത് നമ്മളെ തന്നെ പിന്നെ വെറുപ്പാവും. അത് നമുക്ക് നമ്മളെ തന്നെ ഇഷ്ടപ്പെടാത്ത അവസ്ഥ വരും എന്നുള്ളതാണ്. അതൊരു വലിയൊരു ബാഗേജാണ്. അത് നമ്മളതിനെ കളയണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അതിനെയൊക്കെ നമ്മൾ ലെറ്റ് ചെയ്ത് വിട്ട് മുന്നോട്ട് പോകാനും പുതിയ പുതിയ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക. അതുപോലെ തന്നെ ഇതൊക്കെ ഒന്ന് ക്ലെൻസ് ചെയ്യാനുള്ള എന്തൊക്കെ മാർഗങ്ങളാണ്, ആത്മശുദ്ധീകരണത്തിന് നമ്മൾ എന്തൊക്കെ ചെയ്യണം, ശരീര ശുദ്ധീകരണത്തിന് എന്ത് ചെയ്യണം, അപ്പൊ ബോഡി ക്ലെൻസ് ചെയ്യണം, ആത്മാവിനെ ക്ലെൻസ് ചെയ്യണം, അതൊക്കെ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കണം. അതിനാണ് നമുക്ക് പറഞ്ഞ യോഗ, മെഡിറ്റേഷൻ, പ്രാണായാമം മുതലായ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുക. അവരവരുടെ ദൈവതകളെ, ഇഷ്ടദൈവങ്ങളെ പൂജിക്കുക, ക്ഷേത്ര ദർശനങ്ങൾ ചെയ്യുക, പോസിറ്റീവായിട്ടുള്ള ചിന്തകളെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ദൂരദേശ യാത്രകൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് തീർച്ചയായിട്ടും നല്ല യാത്രകൾ ചെയ്യുക, സന്തോഷകരമായിട്ടുള്ള യാത്രകൾ ചെയ്യാൻ ശ്രമിക്കുക. എവിടെയും നമ്മളവിടെ സ്റ്റക്കായിട്ട് നിൽക്കരുത് എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അതേപോലെ പുതിയ കാര്യങ്ങളെ നമ്മൾ അംഗീകരിച്ചുകൊണ്ട് പുതിയ പ്ലാനുകളൊക്കെ നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്ന് പ്രത്യേകിച്ച് പറയുന്നു. അപ്പൊ നമ്മൾ വല്ലാതെ ഈ ആശയക്കുഴപ്പത്തിൽ നിൽക്കാതെ അതിലേക്ക് ലെഗ് ചെയ്ത് വിട്ടുകൊണ്ട് വല്ലാതെ ക്യൂരിയസ് ആയിട്ട് നിൽക്കാനും നമുക്ക് പാടില്ല. അതുപോലെ തന്നെ ക്യൂരിയോസിറ്റി നമുക്ക് വർദ്ധിക്കുമെന്നുള്ളത് കാണുന്നുണ്ട്. അത് ഫ്യൂച്ചറെ പറ്റിയുള്ള വലിയ പ്ലാനുകളൊക്കെ ആയിരിക്കും. എന്ത് സംഭവിക്കുന്ന ഒരു ഐഡിയ ഇല്ല, ആകെ ഇങ്ങോട്ട് സ്റ്റക്കായി പോയി, കുടുങ്ങിപ്പോയി എന്നുള്ളതായിട്ട് അവസ്ഥയിൽ നിന്നൊക്കെ നമ്മൾ മോചനം ഉണ്ടാവും. പലതും കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിക്കും. നമ്മൾ മനസ്സിലുള്ള വിഷമങ്ങളെ വിട്ട് മുന്നോട്ട് പോകാനെ കൊണ്ടാണ് ഈ വർഷം സൂചിപ്പിക്കുന്നത്. അതുപോലെ ആശയവിനിമയങ്ങൾ, കമ്മ്യൂണിക്കേഷൻ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം എന്നാണ് പറയുന്നത്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത വ്യക്തികൾക്കൊക്കെ കമ്മ്യൂണിക്കേഷനൊക്കെ വരുന്നുണ്ട്. തീർച്ചയായിട്ടും അത് നമുക്ക് നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് ചിന്തകൾ ഉണ്ടാക്കി തീർക്കാൻ സാധ്യതയുണ്ട്. നല്ല വഴികൾ നമ്മളെ കാത്തിരിക്കുന്നു. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുന്നിലുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എല്ലാ പ്രവർത്തികൾക്കും നല്ല വിജയം കൈവരിക്കാൻ സാധിക്കും. വലിയ 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 പ്രോജക്റ്റുകളിലേക്ക് ഈ വർഷം വരാൻ സാധ്യതയുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള വലിയൊരു ഫിനാൻഷ്യൽ അബണ്ടൻസ് നമ്മളെ കാത്തിരിക്കുന്നു. ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് പോകേണ്ട ഒരു വർഷമാണ്. അതിന് കണ്ണും കാതും മനസ്സും എല്ലാം തുറന്നു വെച്ച് പ്ലസ് ഈശ്വരന്റെ അനുഗ്രഹം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. വളരെയധികം ഊർജ്ജപ്രവാഹം ഉണ്ടാവേണ്ട ഒരു വർഷമായിട്ടാണ് ഈ വർഷം കാണുന്നത്. സ്പിരിച്വൽ കണക്ടിവിറ്റിയോടുകൂടി എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നല്ല ഒരു വിജയം ഈ വർഷം നമുക്ക് ഉണ്ടാവും എന്നുള്ളതാണ് കാർത്തികക്കാർക്ക് കിട്ടുന്നതായിട്ടുള്ള വിവരങ്ങൾ.